നമ്മുടെ ഡി റെസ്റ്റിനെ കുറിച്ച് കുറേ ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്, ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡി റെസ്റ്റ് വരുന്നത് പൗഡറും ഗമ്മും സെപ്പറേറ്റ് ആയിട്ടാണ്. ഇതിൽ 10 ഗ്രാം പൗഡർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 ഗ്രാമോ 13 ഗ്രാമോ ഗമ്മ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരിട്ട് വാളുകളിൽ അടിക്കാം. ഈ വാളുകളിൽ പ്ലാസ്റ്റിക് കോട്ട് എമൽഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, ഏരിയ കൂടുതൽ കിട്ടും. അത് ബ്ലാക്ക് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ഇനി ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാലും ഏരിയ കൂടുതൽ കിട്ടും. പിന്നെ ബ്രഷോ റോളറോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. ഈ ബ്രഷിന് അടിക്കുന്ന സമയത്ത് ബ്രഷിൻ്റെ പാടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇനാമൽ റോളർ കയ്യിൽ വെക്കാം. അത് വെച്ചിട്ട് ബ്രഷിന് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പോകും. റെസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളൂ. റെസ്റ്റ് എപ്പോഴും നല്ലൊരു എമൽഷൻ കണ്ടന്റ് പോലെയാണ് നമ്മുടെ ഇരിക്കുന്നത്. ഈസി ആയിട്ട് ആർക്കും, ഒരു പെയിൻറ്റിങ് ജോലി അറിയാവുന്ന ആർക്കും ഈസി ആയിട്ട് നമുക്ക് റെസ്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഇതിൽ പ്രത്യേകിച്ചുള്ള പരിപാടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഒരു 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഒരു 130 ഗ്രാം ഗമ്മ് ചേർക്കുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഇത്. ഗമ്മ് കുറച്ച് കൂടുതൽ ചേർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സിംഗിൾ കോട്ട് മാത്രം നമുക്ക് റെസ്റ്റ് അടിച്ചാൽ മതി. നമ്മുടെ ഡി റെസ്റ്റിലാണെങ്കിൽ സിംഗിൾ കോട്ട് റെസ്റ്റ് മാത്രം അടിച്ചാൽ മതി. ഒറ്റ കോട്ടിൽ തന്നെ നമുക്ക് റെസ്റ്റ് ഫീൽ കിട്ടും. ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയും ചെയ്യണം. പല ആളുകളും അടിച്ച് അപ്പം തന്നെ ഒരു ചെറിയ ഉണക്ക് വരുമ്പോൾ തന്നെ ആക്ടിവേറ്റർ കൊടുക്കും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ഈ കാണിക്കുന്ന പോലെ റോളറൊക്കെ ചുരുട്ടി റെസ്റ്റ് അടിപൊളിയാക്കുക. അടിച്ചു കഴിഞ്ഞ റെസ്റ്റ് ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് വിട്ടേക്കുക. ഒരു ദിവസം അവിടെ കിടക്കട്ടെ, നമ്മൾ ധൃതി കാണിക്കണ്ട. കാരണം നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ റെസ്റ്റിക് ഫിനിഷിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഞാനിപ്പോൾ ഒരു വി ബോർഡിലാണ് ഈ സംഭവം അടിച്ചേക്കുന്നത്. കടയിലെ ഒരു ഷോപ്പിലുള്ള വി ബോർഡിലാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് വാളിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മുടെ എ ആക്ടിവേറ്റർ യൂസ് ചെയ്യുക. എയും ബിയും 2 ആക്ടിവേറ്റേഴ്സാണ് നമുക്ക് വരുന്നത്. അതിൽ എ ആക്ടിവേറ്ററാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. എ ആക്ടിവേറ്റർ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ, ഇനി ബ്ലാക്കായിട്ട് കുറച്ച് സ്ഥലങ്ങൾ നിൽക്കണമെങ്കിൽ അവിടെ ഒന്നും കൊടുക്കാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ എ ആക്ടിവേറ്റർ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം. എ ആക്ടിവേറ്റർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒലിച്ചിറങ്ങുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. ഒലിച്ചിറങ്ങുന്ന പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ കയ്യിലൊരു സ്പോഞ്ചോ അല്ലെങ്കിൽ വേസ്റ്റോ എപ്പോഴും കരുതി വെക്കണം. നമ്മൾ ആക്ടിവേറ്റർ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് ലയിപ്പിച്ച് പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒലിച്ച പാട് അതുപോലെ തന്നെ റെസ്റ്റായിട്ട് കിടക്കും. അപ്പോൾ ഈ ഒരു മെയിൻ കാര്യം പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല. ചെയ്ത് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ബി ആക്ടിവേറ്ററിനെ ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. കാരണം എ ആക്ടിവേറ്റർ കൊടുത്തതിന് ശേഷം റെസ്റ്റ് വന്നതിന് ശേഷം, അതായത് റെസ്റ്റ് വന്നതിന് ശേഷം മാത്രം ബി ആക്ടിവേറ്റർ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലൊന്ന് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി. വീഡിയോ വലിയ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2 ആക്ടിവേറ്റേഴ്സിനെ കാണിക്കാത്തത്. കാണിക്കുക ഇത്ര ഈസിയാണ്. ഇതുപോലെ തന്നെ റെസ്റ്റ് വന്നതിന് ശേഷം മാത്രമാണ് ബി ആക്ടിവേറ്റർ കൊടുക്കാൻ പാടുള്ളൂ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ